ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് എവർ ഹാപ്പൻ ഈസ് ഹാപ്പൻ. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടോ എടുത്തിട്ടോ കാര്യമില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് 207.5 കിലോമീറ്റർ. ബാക്ക് ടു ബാക്ക് പോകുന്ന കേട്ടോ. പല ആക്സിഡൻസും ഉണ്ടാകാനുള്ള മെയിൻ റീസൺ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നതാണ്. സോ ഗായ്സ്, പോയതിനേക്കാളും ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇവിടെ. എൻ്റെ വായിൽ നിന്നൊക്കെ പുക വരുന്ന പോലെ. ഒരുപാട് പിന്നെയും കുഴപ്പമില്ല, ഓടി ചാടി ഇങ്ങനെ വരുന്നു. ഞാൻ വിചാരിച്ച് തട്ടിയെന്നാണ് ഓർത്തത്. സോ ഫൈനലി മഴ നമ്മളെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ മഴ, പിന്നെ മഴയാണെന്ന് തോന്നുന്നു. പക്ഷെ മഴ ഇല്ലായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ പിന്നെ ചെറിയൊരു തൂളലുണ്ട്. ബട്ട് എന്നാലും വി ആർ ഗോയിങ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ ഓടിക്കാനും ബുദ്ധിമുട്ടാണ്. ബട്ട് വാട്ട് ടു ഡു, ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് നോക്കാം. മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിർത്താം. കാരണം ഇവിടുത്തെ മഴ നനഞ്ഞ് വണ്ടി ഓടിയത് പോസിബിൾ അല്ല. നല്ല തണുത്ത വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നനഞ്ഞ് വണ്ടി ഓടിക്കൽ ഇവിടെ പോസിബിൾ. അതുപോലെ തന്നെ ഓടിക്കാൻ നേരത്ത് നല്ല രീതിയിൽ തണുക്കും. അതുപോലത്തെ ഇവിടെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അല്ലാതെ ആരെങ്കിലും മഴ നനയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പണിയാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മഴയാണെങ്കിൽ ഞാൻ കയറി നിൽക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആക്ച്വലി ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഗിയേഴ്സ് ഉണ്ട്. അത് എനിക്ക് മാത്രമേ ഉള്ളതേ ഉള്ളൂ. വൈഫിൻ്റെ റെയിൻ ഗിയേഴ്സ് ഇന്ന് എടുക്കാൻ വിട്ടുപോയി. കാരണം രാവിലെ 1-2 കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നപ്പോഴത്തേക്ക് അത് വിട്ടുപോയി. ഒരു മിനിറ്റ്, ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. ഓക്കെ, സോ അത് വിട്ടുപോയി. ഗോപു വെയിറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. മഴ ഉണ്ട് എഗെയിൻ, മഴ സ്റ്റാർട്ടായി. നമ്മളൊരു കാര്യം ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റോപ്പ് സംവെയർ. അതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പണിയാവും. കാരണം ഇവിടുത്തെ മഴ കൊണ്ട് വെറുതെ പനി അടിച്ചിട്ട് കാര്യമില്ല. സോ എവിടെയെങ്കിലും ഒന്ന് നിർത്തട്ടെ. ഏതെങ്കിലും ഒരു കടയോ എന്തെങ്കിലും ഒരു സ്ഥലമോ നോക്കിയിട്ട് നിർത്തിയിട്ട് പതുക്കെ പോവാം. അതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ പനിയും ജലദോഷവും പിടിക്കും. നല്ല പോലെ മഴയാണ്, നല്ല പോലെ. സോ പോകുന്ന വഴിക്ക് നയരായി കയറി പെട്രോൾ അടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3.1 എന്നാലും ഒരു സേഫ് സോണിന് അടച്ചേക്കാം. അപ്പോൾ അത് കറക്റ്റ് വീട്ടിലെത്തുമല്ലോ. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. സോ ഇന്ന് വേണ്ടല്ലോ, ഉച്ച കഴിഞ്ഞ് മഴയായിപ്പോയി, അതാണ് പറ്റിപ്പോയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 വണ്ടികൾ കാരണമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കുറേശ്ശെ കൂടെ ലേറ്റ് ആയിപ്പോയത്. സോ അതിന് മുമ്പായിട്ട് ഇവിടെ എത്തിയിട്ട് കുറച്ചും കൂടെ നമുക്ക് കിലോമീറ്റർ ക്ലോക്ക് ചെയ്യാമായിരുന്നു. സോ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് എവർ ഹാപ്പൻ ഈസ് ഹാപ്പൻ. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടോ എടുത്തിട്ടോ കാര്യമില്ല. സോ ഗൈസ്, നമ്മൾ വേണ്ട വീട്ടിലോട്ട് 1-2 സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ നിന്ന് 1-2 ഇവിടെ വിലക്കുറവാട്ടോ. സോ നല്ല രീതിയിൽ വിലക്കുറവാണ് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ ഇവരുടെ കട നേരത്തെ അപ്പുറത്തായിരുന്നു. സോ ഇങ്ങോട്ട് മാറ്റി. വന്നപ്പോൾ എനിക്ക് ആ ചേച്ചീനെ കണ്ടപ്പോൾ മനസ്സിലായി. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ നിന്ന് ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഗുഡ്. ഇവിടുത്തെ പ്രൈസും വലിയ തെറ്റില്ലാത്ത പ്രൈസ്, നല്ല പ്രൈസുമാണ്. ഒരുപാട് കത്തിവെപ്പില്ല നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ചെറിയ മഴ ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ നേരിമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ മഴ കാണാൻ ചാൻസ് ഇല്ല. ബട്ട് ലെറ്റ് സി. നമ്മളിപ്പോൾ നിലവിൽ ഒരു ഓറഞ്ച് റോസ മേടിച്ചു. വേറെ 1-2 സാധനങ്ങൾ കൂടെ മേടിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗായ്സ്. ഇപ്പോൾ എത്ര നേരം കൊണ്ട് നമ്മൾ വീട്ടിലെത്തുമെന്ന് അറിയില്ല. ഞാൻ പിന്നെ പുറകിലത്തെ നമ്മുടെ നയറ ഇങ്ങോട്ട് വന്നപ്പോൾ ഏത് നയറ പമ്പിൽ നിന്നാണോ പെട്രോൾ അടിച്ചോ അവിടെ കയറി ഫുൾ ടാങ്ക് അടിച്ചു വെച്ചു. സമയം ഇപ്പം 4:17 ടോട്ടൽ ഡിസ്റ്റൻസ് 207.5 കിലോമീറ്റർ. ബാക്ക് ടു ബാക്ക്. ടെമ്പറേച്ചർ ഈസ് റിയലി കൂൾ. നല്ല രീതിയിൽ കൂളാണ്. എനിക്ക് വലിയ കുഴപ്പമില്ല ടെമ്പറേച്ചർ കൂളായെന്ന് വെച്ച്. പക്ഷേ വൈഫിൻ്റെ കാര്യമാണ് കുറച്ച് കൺഫ്യൂഷൻ. എന്തായാലും ഇനിയിപ്പോൾ ഒരു ഓൾറെഡി നമ്മളൊരു കോഫി ബ്രേക്ക് എടുത്തിരുന്നു. സോ ഞാൻ ഈ ഒരു ഹോട്ടലിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. സോ നല്ല ഫുഡാണ്, നല്ല കാര്യങ്ങളാണ്. ആൻഡ് ദിസ് ഹോട്ടൽ ഈസ് റിയലി നൈസ്. കാരണം ഞാൻ പല ടൈമിൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടമാണ്. സോ അവിടെ ഒന്ന് നിർത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് നോക്കാം.
ഇവിടെ ഗായ്സ് ഭയങ്കര മഴയായിരുന്നു. ആൻഡ് വഴിയിലൊക്കെ അത്യാവശ്യം നല്ലപോലെ വെള്ളമുണ്ട്. ആൻഡ് ഇവിടെ ഞങ്ങൾ പോയപ്പോൾ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുത്തനെ ഇപ്പോൾ ചെളിവെള്ളമാണ് ഇറങ്ങി വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ കണ്ട വാട്ടർഫോളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എന്തായാലും നോക്കാം. ഞാൻ രാവിലെ കാണിച്ച വാട്ടർഫോളുണ്ടല്ലോ, ആദ്യം നമുക്ക് അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങായിരുന്നു. അത് കഴിഞ്ഞ് ഐ ഡോണ്ട് നോ എന്തായിരുന്നു റീസണ്, അവരത് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ടല്ലേ വഴിയിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇവിടെ ഇപ്പോൾ ലോക്കൽസിൽ ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും നേര്യമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും നോക്കാം. കാരണം ഇനിയിപ്പോൾ നിലവിലുണ്ട് നേര്യമംഗലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം മഴ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ചെറിയൊരു തൂളലും കാര്യങ്ങളും ഇടയ്ക്കുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു ഡ്രിസലിങ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് നല്ല ക്ലൈമറ്റ് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. ഐ ആം ഫ്രീസിങ്. ആൻഡ് ഗ്ലൗസിൽ ചെറിയ വെള്ളം ഉണ്ടായിരുന്നു. സോ ഇവിടെ ഉണ്ടല്ലോ മഴ നനഞ്ഞ് ചെറിയൊരു മഴയാണെങ്കിൽ പോലും നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് തണുക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മഴ കൊള്ളാൻ എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ സാറിന് നാട്ടിലെ മഴ പോലത്തെ തണുപ്പല്ല, നല്ല രീതിയിൽ തണുക്കും. വിചാരിക്കുന്ന പോലെ ഒന്നും തണുപ്പായിരിക്കുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി കയറി വൃത്തം പോലെ ഒന്നും സംഭവിച്ചില്ല. ആൾക്കാർക്ക് ശ്രദ്ധയില്ലാതെ പോകുന്ന കേട്ടോ പല ആക്സിഡൻസും ഉണ്ടാകാനുള്ള മെയിൻ റീസൺ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാനും വിജീഷും വന്നപ്പോഴും അതുപോലെ ഞാനും ആദ്യം വന്നപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി കോഫി കുടിച്ചായിരുന്നു. ആ കടയിൽ കയറണോ വേണ്ടയോ, ഒരു കോഫി ബ്രേക്കും കൂടെ എടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നല്ല തണുപ്പാണ്. അതുപോലെ എൻ്റെ ജാക്കറ്റ് ചെറുതായിട്ട് നനഞ്ഞു, ഗ്ലൗസും ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുപ്പ് കൊണ്ടു കേട്ടോ. അപ്പോൾ ഒരു കോഫി ബ്രേക്കും കൂടെ എടുക്കാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. നമുക്കെന്തായാലും നോക്കാം. പിന്നെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് വീശിയെടുത്തുകൊണ്ട് പോകുന്ന അത്ര സേഫും അല്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ സ്കൂട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ ലീൻ ചെയ്യുന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ 40% ഒക്കെ നമ്മൾ ലീൻ ചെയ്യുന്നുള്ളൂ. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആകും, പക്ഷെ കുഴപ്പമില്ല. ഒരു ദിവസം ഇത്രയും കിലോമീറ്റർ കറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. വെള്ളം ഇല്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ഫൈനലി നമ്മൾ ഇരുമ്പുപാലം എത്തി ഗൈസ്. ഇനിയിപ്പോൾ നിലവിൽ ഒരുപാട് ദൂരം ഇല്ലെന്നാണ്. നേര്യമംഗലം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. എനിക്ക് തോന്നുന്നത് മഴ പിന്നെ കാണാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്കെന്തായാലും നോക്കാം. നേര്യമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ കാണാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ നിലവിൽ ഇരുമ്പുപാലത്ത് നിന്ന് നേര്യമംഗലം ഐ തിങ്ക് അറൗണ്ട് 30-35 കിലോമീറ്റേഴ്സ് കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നേര്യമംഗലം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു പാലം ഞാൻ പറഞ്ഞില്ല, ആ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയുടെ ചാൻസസ് കുറവായിരിക്കും. സോ അന്ന് വന്നപ്പം ചെറിയൊരു സ്പ്ലാഷ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഞാനും വിജീഷും കൂടെ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി വന്നപ്പോൾ അന്ന് വൈകുന്നേരം നല്ല രീതിയിൽ മഴ പെയ്തു. പക്ഷേ അതങ്ങനെ ഒരുപാട് മഴയായിട്ടൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ മഴ പെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാടൊന്നും മഴയോ കാര്യങ്ങളോ ഒന്നും പെയ്തില്ല. സോ നിങ്ങൾക്കിത് വൺ ഡേ, ഞാനിപ്പോൾ ഈ വൺ ഡേയിൽ തിരിച്ചു വരുന്ന പോലെ നിങ്ങൾക്ക് വൺ ഡേ വരണം എടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് 2 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് ഇഷ്ടംപോലെ ഹോട്ടൽസ് ഇതേ നോക്കിയാൽ മുഴുവൻ വെള്ളം കലങ്ങിയാണ് പോകുന്നത്. സോ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഇങ്ങോട്ട് അധികം മഴയില്ല. ഗുഡ്. പക്ഷെ പറയാൻ പറ്റത്തില്ല, നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഐ തിങ്ക് ക്യാമറ ലെൻസ് ക്ലീൻ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗായ്സ്, പോയതിനേക്കാളും ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇവിടെ. എൻ്റെ വായിൽ നിന്നൊക്കെ പുക വരുന്ന പോലെ. സോ ഇത് പോയപ്പം ഇത്ര ഇല്ലായിരുന്നു, ഇതിപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സോ നമുക്കിവിടെ ഒരുപാടങ്ങ് നിൽക്കണ്ട. മഴയത്ത് ആക്ച്വലി ഏത് സമയത്തും എത്ര വേണേലും പണി കിട്ടാവുന്ന ഒരു സ്ഥലമാണ്. സോ നമുക്കതുകൊണ്ട് ഇവിടെ ഒരുപാടങ്ങനെ നിൽക്കേണ്ട, നമുക്ക് വിട്ടേക്കാം, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ഇതുണ്ട്, ഒരു ചെറിയൊരു വാട്ടർഫോളും കൂടെ ഉണ്ട്. സോ അവിടെ എന്തായാലും നമുക്ക് നിർത്തണം. കാരണം എനിക്ക് 1-2 സാധനങ്ങൾ കൂടെ അവിടെ നിന്ന് മേടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ്ലി വീട്ടിൽ പോകുന്നു. ഓക്കെ, മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് ലെൻസ് ക്ലിയർ ചെയ്യുന്നത്, ലെൻസിനകത്ത് വരാതിരിക്കാൻ വേണ്ടി. സോ ഈ വണ്ടി എങ്ങനെ കത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫോർഡ് ഫിഗോ ആട്ടോ വണ്ടി. ആൻഡ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ആയതായിരിക്കാം. വഴി നല്ല അടിപൊളിയാണ്. ഫുള്ള് മഴ പെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കും, നല്ല കറുത്ത്. കൊരങ്ങൻ റോഡ് ക്രോസ് ചെയ്യുന്നു. കൊരങ്ങൻ പോയി, ഹലോ തന്നില്ല ഗൈസ്. കൂടി നമ്മൾ 222 കിലോമീറ്റർ
വീട്ടിൽ നിന്ന് ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്തതാണ്. സോ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ മൂന്നാർ എഴുതാണ്ട് തിരിച്ചതിൽ. സോ ടോട്ടലി 222 കിലോമീറ്റേഴ്സ്. ടൈം ഈസ് 4:37 PM. സോ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്, എന്നിട്ട് പെട്ടെന്ന്. സോ നമ്മൾ വേണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തിരിച്ചെത്തി. ആൻഡ് ഇവിടെ നിന്ന് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, മേടിച്ചു. ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. പറന്നടിച്ച് പോവാം കേട്ടോ. ആക്ച്വലി വെച്ചാൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. ആൻഡ് ഐ തിങ്ക് മെമ്മറി കാർഡ് ഓൾമോസ്റ്റ് ഫുള്ളാവാറായി എന്നെനിക്ക് തോന്നുന്നു. എത്ര നേരം വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന തരത്തില്ല. സോ പോയതിനേക്കാളും വെള്ളമുണ്ട്. നോക്കിയേ പോയതിനേക്കാളും വെള്ളമുണ്ട്. അയ്യോ, നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ ഇവിടെ. നമ്മുടെ അങ്ങോട്ട്, അതായത് അടിമാലിയുടെ കഴിഞ്ഞ് അങ്ങോട്ട് കുറവായിരുന്നു. ഇവിടെ നല്ല അടിപൊളി മഴയായിരുന്നു എന്ത് പറഞ്ഞാലും. ആൻഡ് ഇവിടെ രാത്രി അങ്ങനെ ഒരുപാട് ഇരുട്ടായിട്ട് വണ്ടി ഓടിക്കുന്നത് അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചു വിട്ടിച്ചിട്ട് പോവാണ്. കാരണം ഈ ലോറിക്കാർ ഒക്കെ ഇച്ചിരി സീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചു വിട്ട് മാക്സിമം എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഗൈസ്. സോ ഫാർ സോ ഗുഡ് ഗൈസ്. നമ്മൾ 231 കിലോമീറ്റർ ഓടിച്ചു ഫ്രം വീട്. ഇന്നത്തെ ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് 231 കിലോമീറ്റർ. ആൻഡ് ദ ടൈം ഈസ് 5 o'clock. ആൻഡ് വീട്ടിലെപ്പോൾ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് അറൗണ്ട് 7-8 ഒക്കെ ആവും. കാരണം ഇരുട്ടായി. ഇനിയിപ്പോൾ നമുക്ക് പഴയ പോലെ നല്ല രീതിയിൽ സ്പീഡിൽ ഓടിയിട്ട് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ആൻഡ് സോ ഫാർ സോ ഗുഡ്. ട്രാഫിക് കുറവാണ്. അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാഫിക്കേ ഉള്ളൂ. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട്. 70-80 ഒക്കെ പിടിച്ച് കയറി പോകുന്നുണ്ട്. ആൻഡ് ആവറേജ് വൈസ് ഓൾസോ വെരി ഗുഡ്. വണ്ടി ഈ പ്രാവശ്യമാണ് നല്ല രീതിയിൽ ആവറേജ് ഒക്കെ തന്നു. പിന്നെ ഹില്ലി ഏരിയ ആണ്. ഒരു 1-2 ലിറ്റർ പെട്രോളൊക്കെ എക്സ്ട്രാ പോകും. അത് നമ്മൾ കോംപ്രമൈസ് ചെയ്തു. അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പം എത്ര മൈലേജുള്ള വണ്ടിയായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ 1-2 ലിറ്റർ പെട്രോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ബിക്കോസ് ഇതുപോലത്തെ ഹില്ലി ഏരിയ വരുമ്പോൾ. അതുപോലെ നല്ല രീതിയിൽ കോടയുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് വ്ളോഗ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തന്മാർ, അതും വളവിൽ, ഇത്രയും വളവിൽ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഓക്കെ, സോ ഗായ്സ് ഫൈനലി നമ്മൾ നേര്യമംഗലം പാലത്തിലെത്തി. സോ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് ഞാനും ആദ്യം വന്നപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു സോപ്പ് എടുത്തു. ഓൾറെഡി വണ്ടിക്കകത്ത് ടവലുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പോയപ്പോൾ പറഞ്ഞാണ്. ആൻഡ് ഇവിടെ ഞങ്ങൾ താഴെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് സോ കോൾഡ്. നല്ല തണുത്ത വെള്ളത്തിൽ ഒറ്റ കുളി പാസാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്ന് ഇവിടെ നിന്നൊരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ പോയത്. സോ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ വളവിൽ കയറുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ഇത് ഈ ഒരു വഴി അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയാട്ടോ. അത് ഈ താഴത്തെ വഴി. പിന്നെ ഞാനത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം വളവായതുകൊണ്ട് വണ്ടിയൊക്കെ കയറി വരുമെന്ന് അത് നോക്കണം. അതുകൊണ്ട് അവിടെ കാണിച്ചു തരാത്തത്. ആൻഡ് ഇപ്പം നിലവിൽ നമ്മൾ നേര്യമംഗലം എത്തി. ഇനിയിപ്പോൾ നിലവിൽ ഐ തിങ്ക് അറൗണ്ട് ഒരു 2 hours മാക്സിമം നമ്മൾ എത്തണം. ബട്ട് ലെറ്റ് സി റോഡ് കണ്ടീഷൻ നോക്കാം. സോ ഇങ്ങോട്ട് മഴ അധികം പെയ്തിട്ടില്ല. ലോക്കൽസ് പറഞ്ഞ പോലെ അധികം മഴയൊന്നും പെയ്തിട്ടില്ല. എന്നാലും നമ്മൾ അടിച്ചു വിട്ട് പോവുകയാണ് ഗായ്സ്. ഇങ്ങോട്ടെങ്ങും ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല. ആൻഡ് പക്ഷേ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ടാക്സിക്കാർ, ഇവിടുത്തെ ആൾക്കാർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയായി പോവും. അമ്മാതിരി വരവൊക്കെയാണ് വരുന്നത്. ആൻഡ് നമ്മളൊരു ഏകദേശം ഇതുപോലെ പിന്നെ വലിയ കുഴപ്പമില്ലാതാണ് ഒരു 7 മണിക്ക് വീട്ടിലെത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. സോ ഫാർ സോ ഗുഡ്. 242 കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഇന്ന് ഓടിച്ചു. ലെറ്റ് സി വീട് വരെ എത്ര കിലോമീറ്റർ ആവും നോക്കാം. ആൻഡ് ഗോപ്രോയുടെ കാർഡ് ഫുൾ ആയി. ബട്ട് അത് കുഴപ്പമില്ല. സോ നമ്മൾ ഏകദേശം കോതമംഗലം അടുക്കാറായിട്ടുണ്ട് കേട്ടോ. സോ ഫൈനലി ഗായ്സ് അങ്ങനെ നമ്മൾ കോതമംഗലം എത്തി. കോതമംഗലം ടൗണിലാണ്. ഇനിയിപ്പോൾ നിലവിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു ലെഫ്റ്റ് എടുക്കണം. ട്രാഫിക് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പടയെന്നെത്തി. ആൻഡ് ഇവിടെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ പെയ്തിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇതിലോട്ട് പിന്നെയും വെള്ളം തെറിക്കും. മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ പെയ്ത പോലെ എനിക്കുണ്ട്. എവറിത്തിങ് ഈസ് ഫൈൻ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് അല്ല, നമുക്ക് ഫ്രണ്ടിൽ നിന്നൊരു ലെഫ്റ്റ് എടുക്കണം. എന്നിട്ട് വേണം, അതാകുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ടാണെങ്കിൽ നേരെ പോകുന്നത് പെരുമ്പാവൂരിലേക്കാണ്. സോ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് നേരെ മൂവാറ്റുപുഴ പോയി ചാടാം.
ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഒരു 5-8 കിലോമീറ്ററോളം പിന്നെയും ഇങ്ങോട്ട് വരണം. ഇവിടേക്ക് പോകാനുള്ള റൂട്ടിൽ കയറി. ആൻഡ് അതായത് നേരെ പോകുന്നത് ഞാൻ കാണിച്ച വഴി നേരെ പോകുന്നത് പെരുമ്പാവൂരാണ്. പിന്നെ നമ്മൾ പെരുമ്പാവൂർ പോയിട്ട് പിന്നെ മൂവാറ്റുപുഴ വരണം. സോ അതിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ടിലൊരു സിഗ്നൽ വരും, അവിടുന്ന് ലെഫ്റ്റ് തിരിയുക, നേരെ മൂവാറ്റുപുഴയ്ക്ക് പോരുക. അതാണ് ഏറ്റവും എളുപ്പം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുമ്പാവൂർ പോയി ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ സോ ഫാർ സോ ഗുഡ്. 254 കിലോമീറ്റർ നമ്മൾ ഓടി. ടൈം ഈസ് 5:28. അങ്ങനെ ഫൈനലി നമ്മൾ ഗായ്സ് മൂവാറ്റുപുഴ ടൗൺ എത്താറായി ഓൾമോസ്റ്റ്. ഇത് മൂവാറ്റുപുഴയുടെ ഭാഗം കേട്ടോ. ആൻഡ് ഐ ആം ഫീലിംഗ് ലിറ്റിൽ എക്സോസ്റ്റഡ്. സോ ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ചായ ഉണ്ടെങ്കിൽ ഒരു ചായ കൂടെ അടിക്കണം എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. നോക്കട്ടെ എങ്ങനെയാണെന്നറിയത്തില്ല. ഇത് 1 വേ ആണെന്നാണ് അവിടെ കാണിച്ചേക്കുന്നത്. ബട്ട് ഡോണ്ട് നോ. ഇവിടെ 1 വേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എക്സ്ട്രാ കയറി വരും, അതാണ് പ്രശ്നം. സോ ഫാർ സോ ഗുഡ്, ഒരു സീനുമില്ല. ആൻഡ് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ബാക്കിൽ പെയിൻ ഉണ്ടോ, അതായത് ഇത്രയും ലോങ് ഒക്കെ പോകുമ്പോൾ. സോ ഇന്നിപ്പോൾ രാവിലെ മുതൽ 265 കിലോമീറ്റർ ഞാൻ തന്നെയാണ് ഓടിച്ചത്. എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ പുറകെ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളെ സ്റ്റോക്ക് സീറ്റാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളൊന്ന് കമ്പനിയിൽ നിന്ന് ഒരു 350 രൂപയുടെ മറ്റേ ആ നോർമൽ കവർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് പൊക്കോളും, ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ചുകൂടെ കംഫർട്ട് ആയിക്കോളും. സോ ഫൈനലി അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡ് എത്തി. സോ അത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റാൻഡ് വരുന്നത്. ആൻഡ് വി ആർ ഇനിയിപ്പോൾ നിലവിൽ നേരെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൂത്താട്ടുകളാണ്. ഇപ്പോൾ മൂവാറ്റുപുഴ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഇനി നേരെ പോകുന്നത് കൂത്താട്ടുകുളം. അവിടെ നിന്ന് നേരെ മോനിപ്പള്ളി, കുരുനാട്, കുറവലങ്ങാട്. സോ ദിസ് ഈസ് അവർ റൂട്ട് സ്ട്രെയിറ്റ് ടു ഹോം. സോ ഫാർ സോ ഗുഡ്. 267 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു ഗൈസ്. ഇവിടെ മൂവാറ്റുപുഴ കഴിഞ്ഞ് ഇപ്പോൾ കൂത്താട്ടുകുളം പോകുന്ന വഴിക്കാണ്. ആൻഡ് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ മാറാടി എത്തി. ഒരുപാട് ഇതുപോലെ ലോങ് ട്രിപ്പിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ചെറിയ ബ്രേക്ക് എടുത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇരിക്കാതെ. ആൻഡ് ഓൾസോ വൈഫും കൂടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മളതെല്ലാം കൂടെ പരിഗണിച്ച്, മറ്റുള്ളവർ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളെയും കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മളെപ്പോഴും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനിയിപ്പോൾ നിലവിലൊരു 10-30 കിലോമീറ്റർ കൂടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടിലോട്ട്. ഈ നമ്മൾ വേണ്ട കൂത്താട്ടുകുളം എത്തി. സമയം ഇപ്പോൾ 6:15. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്തത് 282.9 കിലോമീറ്ററാണ്. രാത്രി ആയതുകൊണ്ടാണ് അധികം വ്ലോഗ് ചെയ്യാത്തത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് മോനിപ്പള്ളി, അവിടുന്ന് കുരുനാട്, പിന്നെ കുറവലങ്ങാട്. സോ ഗൈസ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ക്യാമറ ഓൺ അല്ലായിരുന്നു. ഇങ്ങനെ ഒരു 2 ലോറി ഒന്നിച്ചിങ്ങനെ നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ ഒരു സ്പീഡിൽ ഒരു 20 അല്ലെങ്കിൽ 30 സ്പീഡേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. 20 ഐ തിങ്ക് ഒരു 10-20 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുമായിരുന്നു. ആ ലോറിയുടെ ഫ്രണ്ടിലേക്ക് ഒരു തന്നെ ഉണ്ടല്ലോ, അപ്പുറത്തായിരുന്നു ഓടിങ്ങ് വരുന്നു. ഇപ്പുറത്ത് വണ്ടികൾ കിടക്കുന്നു, എന്താണ് കാണിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഒരുത്തം പോലെ ഒന്നും പറ്റിയില്ല. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഓർത്ത് ഇനി അവനെന്തായാലും തട്ടോ മുട്ടോ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പെട്ടെന്ന് നോക്കി. ഒരുത്തം പോലെ തട്ടിയോ മുട്ടിയോ ഒന്നുമില്ല, താങ്ക് ഗോഡ്. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് കായ്സ്, ഇതുപോലത്തെ പരിപാടി കാണിക്കാൻ നിൽക്കരുത്. ഒരു വണ്ടി അവിടെ നിർത്തുന്നത് അതിൻ്റെ ഇടയ്ക്ക് അതോ നടന്നു വരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഓടി ചാടി ഇങ്ങ് വരുന്നു. ഞാൻ വിചാരിച്ച് തട്ടിയെന്നാണ് ഓർത്തത്. സോ ഗായ്സ് നമ്മൾ വേണ്ട നിലവിൽ ഇപ്പം മോനിപ്പള്ളി എത്തി. സോ സമയം 6:27. ഇതുവരെ കിലോമീറ്റർ നമ്മൾ 292 കിലോമീറ്റർ നമ്മൾ ഇന്ന് ഓടിച്ചു ടോട്ടൽ അപ്പ് ഡൗൺ. വീട്ടിലോട്ടൊരു 10 കിലോമീറ്റർ കൂടെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ നമ്മളിവിടെ കുരുനാട് എത്തി. ഇപ്പം കുരുനാട് കഴിഞ്ഞു ആക്ച്വലി. സോ ഫൈനലി നമ്മൾ കുറവലങ്ങാട് എത്തി. 298.3 കിലോമീറ്റർ നമ്മൾ മോർണിംഗ് 6 മണി മുതൽ നമ്മൾ ഇപ്പോൾ 6:35 ആയിട്ടോ അത് റൈഡ് ചെയ്തു. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്ന നയറ പമ്പ്. ഇവിടുത്തെ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് അടിക്കാറ് പെട്രോള്. സോ പെട്രോളും അടിക്കും. ഇപ്പം നിലവിൽ ഇവർ നമ്മുടെ നൈട്രജനും എയറും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും അടിക്കും, ചെക്ക് ചെയ്യും പ്രോപ്പറായിട്ട്, എന്നിട്ടാണ് ഞാൻ പോവാറ്. സോ ഇനി വീട്ടിലോട്ട് ഏകദേശം ഐ തിങ്ക് ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ലെറ്റ്സ് സീ. സോ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഗായ്സ്. ഇത്രയും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ
പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും അതുപോലെ തന്നെ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചാനലിൽ എന്തെങ്കിലും ഒരു മൈനസ് പോയിൻ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാവുന്നതാണ്. ഞാൻ എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാവുന്നതാണ്. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു 10-12 പേരോളം എൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ. സോ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗൈസ്. സോ ഇപ്പം നിലവിൽ ഇവിടെ നമ്മൾ കൊറോളിങ്ങാട് എത്തി. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഇച്ചിരി ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. സാധാരണ ഇങ്ങനെ കൊറോളിങ്ങാട് ട്രാഫിക് ഇങ്ങനെ വരാറില്ല. ബട്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഈ ലോറി കിടക്കുന്നതുകൊണ്ടാണോ, ഫ്രണ്ടിലൊരു ലോറിയുടെ എന്തോ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ലോറിയുടെ ഇഷ്യൂ അല്ലോ, ഈ കാറുകാരനെ വല്ലതും തട്ടും ഏതാണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. കാറിനിട്ടെ തട്ടും എടുക്കും ഏതാണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു. എനിവേസ് നമുക്ക് നേരെ വീട്ടിൽ വിട്ടേക്കാം. നമ്മൾ കാരണം രാവിലെ 6 മണിയായപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. സോ ആംബുലൻസിൻ്റെ സൈറൻ കേട്ട പോലെ എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ. എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഗായ്സ് വീട്ടിലോട്ട്. സോ 299.1 kilometers ടുഡേ. സോ ഫൈനലി ഗൈസ് നമ്മൾ വീടെത്താറായി. സോ മോർണിംഗ് ഒരു 6:15 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ സമയം നമ്മൾ 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇന്ന് മൊത്തം ഏകദേശം 301.9 കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്റർ കാണുന്നത്. സോ വീടെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 302.7 കിലോമീറ്ററിൽ സിംഗിൾ ഡേ നമ്മൾ ഓടിച്ചു. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റാണ്, കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബൈ ഗൈസ്, സീ യു സൂൺ.